ഈ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തുടങ്ങി ഇന്ന് യൂട്യൂബിൽ നിങ്ങളുടെ സ്വന്തമായി മാറിയ കേട്ടില്ലേ കോട്ടയത്തൊരു ഫാമിലി ചാനലിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഞങ്ങൾ. ബാഹ്യമായ വിജയങ്ങൾക്കപ്പുറം ഞങ്ങളുടെ ചാനലിൻ്റെ നാമകരണ ചരിത്രത്തിലും വളർച്ചയിലും ഒളിഞ്ഞിരിക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില നിർണായക വസ്തുതകൾ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാനാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. 2024 സെപ്റ്റംബർ 12 കുട്ടികൾക്കായുള്ള ഉള്ളടക്കങ്ങളുമായി മോമി സണ്ണി ടീച്ചേഴ്സ് അൺലിമിറ്റഡ് എന്ന പേരിൽ തുടങ്ങിയ ഞങ്ങളുടെ യാത്ര പിന്നീട് അഭ്യുദയകാംക്ഷികളുടെ നിർദ്ദേശപ്രകാരം പൊതുവിഭാഗത്തിലേക്ക് അഥവാ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഈ മാറ്റത്തിനിടയിൽ കോട്ടയത്തൊരു അമ്മയും മകനും എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന ചിത്രത്തിലെ ഗാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യൂട്യൂബ് ആൽഗരിതം തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശിച്ച പേരായിരുന്നു കേട്ടില്ലേ കോട്ടയത്തൊരു എന്നത്. ആ പേര് ഞങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ നെഞ്ചിലേറ്റുകയും ചെയ്തു. എന്നാൽ ചാനലിൻ്റെ പ്രമേയവുമായോ ആ സിനിമയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും വിപരീത സ്വഭാവമുള്ള കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രവുമായി ചിലർ ബോധപൂർവം ഞങ്ങളുടെ പേരിനെ കോട്ടിക്കുഴച്ചു. ഞങ്ങളുടെ യഥാർത്ഥ അസ്തിത്വമായ കേട്ടില്ലേ കോട്ടയത്തൊരു എന്ന ഭാഗം മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് കേട്ടില്ലേ കോട്ടയം കുഞ്ഞച്ചൻ, മൂത്ത കുഞ്ഞച്ചൻ, പുള്ളേച്ചൻ, പിള്ളേച്ചൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന അധിക്ഷേപനാമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഞങ്ങളെ നിരന്തരം അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ സൈബർ ഇടങ്ങളിൽ അരങ്ങേറി. ഇത്തരം നിരന്തരമായ വിദ്വേഷ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ഞങ്ങളുടെ ചാനലിൻ്റെ തനതായ കുടുംബ പശ്ചാത്തലം വ്യക്തമാക്കാനുമായി പലവിധ പരിണാമങ്ങൾക്കൊടുവിൽ കേട്ടില്ലേ കോട്ടയത്തൊരു ഫാമിലി ചാനൽ എന്ന ഇന്നത്തെ ഔദ്യോഗിക നാമധേയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ പരിഹാസങ്ങളെയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ അതിജീവിച്ച് ഞങ്ങളുടെ തനിമയും ആത്മാഭിമാനവും നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ തളരാത്ത പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ പോരാട്ടത്തിൽ എന്നും ഞങ്ങളുടെയൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി.